വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. 2025 എക്സാംസ് ഒക്കെ എഴുതി, പക്ഷെ ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. ചിലർ ഈ കൂട്ടത്തിൽ പ്രിലിംസ് കിട്ടിയവരുണ്ടാകും, ചിലർക്ക് പ്രിലിംസേ കിട്ടിയിട്ടില്ല. മെയിൻസും പോയ ഒരുപാട് ആസ്പിറൻസ് ഉണ്ട്. അപ്പൊ 2026 എക്സാംസ് ക്രാക്ക് ചെയ്യാൻ എങ്ങനെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ദിവസം ഞാൻ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ പറയാമോ, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയാമോ എന്ന് ഒരുപാട് ആസ്പിറൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. സോ അവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ. ഒരു റിപ്പീറ്ററായ ഞാൻ എന്തൊക്കെ ചെയ്യണം അല്ലെ? ആദ്യം നിങ്ങളോട് ചോദിക്കേണ്ട ഒരു കാര്യം, ഞാനൊരു റിപ്പീറ്റർ ആണോ, നിങ്ങളൊരു റിപ്പീറ്റർ ആണോ എന്ന് എങ്ങനെ നമ്മൾ തിരിച്ചറിയാം? 1 റൗണ്ട് കംപ്ലീറ്റ് ബാങ്ക് എക്സാമിന്റെ സിലബസ്, അതായത് നമുക്ക് ബാങ്ക് എക്സാമിന് 4 സബ്ജക്ട് പഠിച്ചാൽ മതി. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് പ്ലസ് ബാങ്കിങ് അവയർനെസ് അല്ലെ? അതിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ മെയിൻസ് എന്നാണോ അതിന് പിറകിലേക്കുള്ള 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുപോട്ടെ, ബാക്കിയുള്ള 3 സബ്ജക്ട്, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ആൻഡ് റീസണിങ്, ഈ 3 സബ്ജക്റ്റിന്റെയും സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തോ? ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക, ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക, ഇങ്ങനെ നിങ്ങൾ 1 റൗണ്ടെങ്കിലും, ഇപ്പൊ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും തനിയെ ചെയ്യാൻ പറ്റും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നിങ്ങൾക്ക് സിലബസിനെ പറ്റിയിട്ട് ഒരു അറിവുണ്ടാകണം. ഒരു റൗണ്ടെങ്കിലും നിങ്ങൾ ആ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? 2025 എക്സാംസ് ഒക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? എക്സാംസ് എഴുതിയ ഒരു പരിചയമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു റിപ്പീറ്റർ ആണ്. അതായത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം സിലബസ് ഒക്കെ കവർ ചെയ്തു, പക്ഷേ സ്പീഡ് അത്രയും എത്തിയില്ല. റീസണിങ് വിചാരിച്ച പോലെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ക്വാണ്ടിനും അത്രയും ഒരു സ്പീഡില്ല, അങ്ങനെ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. ചിലർക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കും, പക്ഷെ മെയിൻസിൽ എത്തിയപ്പോഴത്തേക്കിനും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകില്ല. ഇനി ഈ കൂട്ടത്തിൽ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം സിലബസ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. ഈ റിപ്പീറ്ററിൽ തന്നെ ചിലപ്പം ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റിന്റെ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ആ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സ്കിപ്പ് ചെയ്ത ടോപ്പിക്ക് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. 1 റൗണ്ടെങ്കിലും നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ നമ്മളുടെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്ത ആസ്പിറൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ 1 റൗണ്ട് എല്ലാത്തിന്റെയും റിവിഷൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഡെയിലി ബേസിസിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സിലബസ് എല്ലാം ഒരു റൗണ്ട് കവർ ആയിക്കോളും. സോ അങ്ങനെയുള്ളവര് മുൻകൂട്ടി അത് ചെയ്യണം എന്നില്ല, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ക്ലാസ്സുകളിൽ മുന്നോട്ടേക്ക് വന്നാൽ മതി. അപ്പോ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് കവർ ആയി പൊയ്ക്കോളും. അല്ലാത്ത ആസ്പിറൻസ് ആണ് എന്നുണ്ടെങ്കിൽ 1 റൗണ്ട് നിങ്ങൾ പഠിച്ച എല്ലാ സബ്ജക്റ്റിന്റെയും 3 സബ്ജക്റ്റിന്റെയും ഓരോ ടോപ്പിക്കും നിങ്ങളൊന്ന് റിവൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, യെസ്. ഇനി എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റും പഠിക്കണം, ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വലാ. ഇപ്പൊ നിങ്ങൾ ടൈം ടേബിൾ എന്ന് കണ്ടപ്പോ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്, രാവിലെ 6 മണി മുതൽ 7 മണി വരെ ഇത് പഠിക്കണം, അല്ലെങ്കിൽ 8 മണി മുതൽ 10 മണി വരെ നിങ്ങൾ ഇത് ചെയ്യണം. അതല്ല ഞാൻ ടൈം ടേബിൾ എന്ന് ഉദ്ദേശിച്ചത്. ചിലർ മോർണിംഗ് പേഴ്സൺ ആയിരിക്കും, ചിലർ ലേറ്റ് നൈറ്റ് പേഴ്സൺ ആയിരിക്കും. ഒരിക്കലും ഞാൻ ഇന്ന സമയത്ത് നിങ്ങൾ ഇത് ചെയ്യൂ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ ആണ്. നമ്മൾ എന്താണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് സ്യൂട്ട് ആകുന്ന ഒരു ടൈം ടേബിൾ നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതായിരിക്കും നമുക്ക് ഫോളോ ചെയ്യാനും കുറച്ചും കൂടെ എളുപ്പം. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എല്ലാ ദിവസവും ഞാൻ എല്ലാ സബ്ജക്റ്റും പഠിക്കണം. ഈ എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റും പഠിക്കുക എന്ന് പറയുന്നത് എല്ലാരെ കൊണ്ടും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ നിർബന്ധമായിട്ടും നിങ്ങൾ ഇംഗ്ലീഷും കറണ്ട് അഫയേഴ്സും ഡെയിലി ബേസിസിൽ പഠിക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ റിപ്പീറ്റേഴ്സ് ബാച്ചിലുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ക്ലാസ്സുകളിൽ, ഇപ്പൊ ക്ലാസ് ഒരു 3 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ആ ക്ലാസ് കൂടാതെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ക്ലാസ്സസ് അതാത് എന്താണോ അതാത് ഫാക്കൽറ്റി നിങ്ങളുടെ ക്ലാസ്സിൽ പറയുന്നത് അത് നിങ്ങൾ സെപ്പറേറ്റ് ഫോളോ ചെയ്ത് പോകുക. അത് കൂടാതെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാ ദിവസവും നിങ്ങൾ ഇംഗ്ലീഷിനും കറണ്ട് അഫയേഴ്സിനും സമയം കണ്ടെത്തണം. ഇപ്പൊ ഞാൻ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, നമ്മുടെ ക്ലാസ്സിന്റെ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മണിക്കാണ്. അപ്പൊ 10 മണിക്ക് മുന്നേ നിങ്ങൾ ക്ലാസ്സിൽ വരുന്നതിന് മുന്നേ ഈ 2 സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ചിലര് താമസിച്ചെണീക്കുന്നവരായിരിക്കും. ഒത്തിരി താമസിച്ച് എണീക്കാതിരിക്കുക, എങ്കിലും ഞാൻ പറഞ്ഞതാണ്. ചിലപ്പം രാത്രിയിൽ ഒരുപാട് നേരം പഠിച്ചിട്ട് ചിലർ ലേറ്റ് ആയിട്ട് എണീക്കുന്നവരായിരിക്കും. അവർക്ക് ചിലപ്പം ഈ ഒരു രീതി ആയിരിക്കില്ല. ചിലപ്പോൾ അവർ ഈവനിങ്ങിലായിരിക്കും കറണ്ട് അഫയേഴ്സും ഇംഗ്ലീഷും കവർ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഒരു കൃത്യമായ ഇന്ന സമയം എന്ന് പറയാത്തത്.
എല്ലാ ദിവസവും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട 2 സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷും കറണ്ട് അഫേഴ്സും. ഈ പഠിക്കുക എന്ന് പറയുമ്പോൾ എന്താ പഠിക്കേണ്ടത്? ഇംഗ്ലീഷിന്റെ കേസിൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് വായിക്കുക. നിങ്ങളോട് രേവതി മിസ് എന്തൊക്കെ ടോപ്പിക്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ളത് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അല്ലെങ്കിൽ നിങ്ങൾ വായിക്കേണ്ട രീതി എങ്ങനെയാണ് എന്നൊക്കെയുള്ളതെല്ലാം മിസ് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ നെഗറ്റീവ് കുറച്ച് മുന്നോട്ടേക്ക് വരാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നന്നായി വായിക്കുക. അപ്പൊ എന്ത് വായിക്കണം? ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യവും നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യവും നമ്മൾ എഡിറ്റോറിയൽസ് വായിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഹിന്ദു ആപ്പ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതിൽ വായിക്കാം. ഇപ്പം നമ്മളുടെ ബാച്ചിലർ സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ ടെലഗ്രാം ത്രൂ ഡെയിലി നിങ്ങൾക്ക് എഡിറ്റോറിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് വായിക്കാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, എഡിറ്റോറിയൽസ് കിട്ടും. അതുകൊണ്ടുള്ള ഗുണം, ഇപ്പൊ PO എക്സാംസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ആ ഡിസ്ക്രിപ്റ്റീവ് സെക്ഷനിൽ നിങ്ങൾക്ക് എഡിറ്റോറിയൽസ് ഡെയിലി ബേസിസിൽ വായിക്കുമ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു അവബോധം ഉണ്ടാകുകയും അതുകൂടാതെ നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്റ്റീവ് സെക്ഷൻ കുറച്ചും കൂടി ഈസി ആക്കാനും പറ്റും. ഓക്കെ, അത് ഇംഗ്ലീഷിനും ഗുണമാണ്. കൂടാതെ നമുക്ക് ആ ഒരു കറണ്ട് അഫയേഴ്സ് സെക്ഷനും അല്ലെങ്കിൽ ആ ഡിസ്ക്രിപ്റ്റീവ് സെക്ഷനും കൂടെ നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഈ പഠിച്ച റൂൾസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക നമ്മൾ നല്ല രീതിയിൽ വായിക്കുമ്പോഴാണ്. അപ്പൊ ഡെയിലി ബേസിസിൽ നിങ്ങൾ എഡിറ്റോറിയൽ വായിക്കുന്നത് ശീലമാക്കണം. ആദ്യമൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ ഒന്നും മനസ്സിലാകുന്നുണ്ടായിരിക്കില്ല. പക്ഷെ അത് വിട്ടുകളയാതെ ഡെയിലി ബേസിസിൽ വായിക്കുക. നിങ്ങൾക്ക് പുതിയ വാക്കുകളൊക്കെ കിട്ടുമ്പോൾ അത് വീണ്ടും വീണ്ടും അതിന്റെ അർത്ഥമൊക്കെ എന്താണെന്ന് നോക്കി അങ്ങനെ ഡെയിലി ബേസിസിലായി കഴിയുമ്പോൾ തന്നെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങും. അപ്പൊ എന്നും ഇംഗ്ലീഷ് വായിക്കാനായിട്ട് കൃത്യമായിട്ട് ഒരു സമയം നീക്കി വെക്കുക. ഓക്കെ, 1/2 മണിക്കൂർ മതിയാകും. പിന്നെ ആദ്യമായിട്ടൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയമെടുക്കും. അത് നിങ്ങൾ ബിഗിനർ ഞാൻ ഉദ്ദേശിച്ചത് ഇതുവരെ വായിച്ചിട്ടില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ആ കേസിലാണ് ഞാൻ ബിഗിനർ എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ആദ്യം കുറച്ച് സമയം എടുക്കുമെങ്കിലും ക്ഷമയോടെ മുന്നോട്ടേക്ക് അത് കണ്ടിന്യൂ ചെയ്തു പോവുക, അത് ഓക്കെ ആയിക്കോളും. ഇനി കറണ്ട് അഫയേഴ്സ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രിലിംസിന് മാത്രം നോക്കിക്കൊണ്ടിരിക്കും. ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന സബ്ജക്ട്, അതായത് ജനറൽ അവയർനെസ് പ്ലസ് ബാങ്കിങ് അവയർനെസ്, നമുക്ക് മെയിൻസിനാണ് ചോദിക്കുക. പ്രിലിംസിന് നമുക്ക് ഇംഗ്ലീഷും ക്വാണ്ടും റീസണിങ്ങും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം കൊടുക്കില്ല. പ്രിലിംസ് കഴിഞ്ഞിട്ട് ആകെപ്പാടെ മെയിൻസിലേക്ക് നമുക്ക് 1 മാസത്തെ ഗ്യാപ്പേ കിട്ടുള്ളൂ. ആ ഒരു സമയം കൊണ്ട് ഒരിക്കലും നമുക്ക് 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് പഠിച്ചെടുക്കാൻ പറ്റില്ല. ഇനി ഇപ്പൊ നമുക്ക് വരാനുള്ള എക്സാം എന്ന് പറയുന്നത് RB അസിസ്റ്റന്റാ. അപ്പൊ ഈ RB അസിസ്റ്റന്റിന്റെ എക്സാം എന്ന് പറയുന്നത് നമുക്ക് മെയിൻസിന്റെ എന്തായാലും മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂണിലായിരിക്കാം, നമുക്ക് ജൂൺ 1st or 2nd വീക്കിലായിരിക്കാം നമുക്ക് RB അസിസ്റ്റന്റിന്റെ എക്സാം വരുന്നത്, മെയിൻസിന്റെ എക്സാം. അപ്പൊ ജൂണിൽ എക്സാം ഉണ്ടെങ്കിൽ അതിന് പിറകിലേക്കുള്ള 6 മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളോട് ചോദിക്കുക. അതായത് ജനുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സ് വേണം. അത് നിങ്ങൾക്ക് എങ്ങനെ ഏത് PDF വേണേലും എടുത്ത് ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണ്. നമ്മളും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് സോഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാത്തിലും ഒരേ കാര്യങ്ങൾ തന്നെയാണ്, ഒരേ വാർത്തകൾ തന്നെയാണ് വരിക. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി PDF എടുക്കാം, വീക്കിലി PDF എടുക്കാം, മന്ത്ലി PDF എടുക്കാം. ഏത് PDF എടുത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. ദിവസവും കറണ്ട് അഫയേഴ്സിന് സമയം കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഡെയിലി പഠിച്ചു പോകണം, ഡെയിലി PDF മാത്രമേ പഠിക്കാവൂ, അങ്ങനെയല്ല. എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സിന് സമയം കൊടുക്കണം. നമ്മൾ സ്വയം ഉറപ്പുവരുത്തണം ഓരോ വീക്കും ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ടോ. ഇപ്പൊ ജനുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സ് വേണം RB അസിസ്റ്റന്റിനെങ്കിൽ ഞാൻ ജനുവരി മന്ത്ലി PDF എടുത്താണ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നതെങ്കിൽ ജനുവരി 1st വീക്ക് ഞാൻ പഠിച്ചു, അല്ലെങ്കിൽ 2nd വീക്ക് പഠിച്ചു, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു, എന്നിട്ട് അതിന്റെ ക്വിസസ് അറ്റംപ്റ്റ് ചെയ്യുക. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അതിൽ ഈ കറണ്ട് അഫയേഴ്സിന് നിങ്ങൾ അത്രയധികം പ്രാധാന്യം കൊടുക്കണം. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം റീഡ്, റിവൈസ് ആൻഡ് റിക്കളക്ട്. നമ്മൾ ചുമ്മാ പഠിച്ചു പോയിട്ട് കാര്യമില്ല. അതായത് വായിക്കുക. ഇപ്പൊ ഇന്ന് നിങ്ങൾ ഒരു സമയം കൊടുത്തു, ഇപ്പൊ നിങ്ങൾ രാവിലെയാണ് പഠിക്കുന്നതെങ്കിൽ അത്യാവശ്യം നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ രാവിലെ പഠിച്ച കാര്യം റിവൈസ് ചെയ്യാനായിട്ട് നോക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ മന്ത്ലി PDF ആണെങ്കിലും വീക്കിലി PDF ആണെങ്കിലും ഡെയിലി PDF ആണെങ്കിലും എങ്ങനെ നിങ്ങൾക്ക് ഏതാണോ ഈസിയായി ഫീൽ ചെയ്യുന്നത് അത് യൂസ് ചെയ്താൽ മതി. ഇന്നത് തന്നെ പഠിക്കണം എന്ന് നിർബന്ധമില്ല. അത് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് ആയിട്ടുള്ളത് ആ PDF യൂസ് ചെയ്യുക. ഒറ്റ കാര്യമുള്ളൂ, പഠിക്കുന്നത്
അങ്ങ് വിട്ടുകളയാതെ അത് റിവൈസ് ചെയ്ത് കൂടെ കൊണ്ടുപോകാം. ഇപ്പൊ ജനുവരി കഴിയുമ്പോൾ പിന്നെ ഫെബ്രുവരി കഴിയുമ്പോൾ മാർച്ച്, ഈ ഓരോ മാസത്തെ കറണ്ട് അഫയേഴ്സ്, അതിൽ കൂടാതെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ PDF വരും. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തണം ഞാൻ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നുണ്ടോ. അത് എല്ലാ ഡേയ്സും ആ കറണ്ട് അഫയേഴ്സിന് നിങ്ങളെ സമയം കൊടുത്താൽ ഇത് ഏറ്റവും ഈസി സബ്ജക്റ്റ് ആയി മാറും. മെയിൻസിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു എഡ്ജാണ് എന്താന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ്. ഈ 2 സബ്ജക്റ്റ് പഠിക്കാത്ത ഒരു ദിവസവും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് എപ്പോഴാണോ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സമയം, രാവിലെയെങ്കിൽ രാവിലെ, വൈകുന്നേരമെങ്കിൽ വൈകുന്നേരം, ഏതാണെങ്കിലും ആ സമയം നിങ്ങൾ ചൂസ് ചെയ്യുക. ഇനി ഇത് എത്ര നേരം പഠിക്കണം അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. കാരണം ചിലർക്ക് പെട്ടെന്നായിരിക്കും എഡിറ്റോറിയലൊക്കെ വായിച്ചു കഴിയുക, ചിലര് കുറച്ച് സമയം എടുക്കും. അതാ എടുക്കുന്ന സമയമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഇപ്പൊ തുടക്കത്തിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ട്, കുറച്ച് പഠിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ എഡിറ്റോറിയൽ ഫുള്ള് വായിച്ചു തീരാൻ ഒരുപാട് സമയം എടുക്കുന്നു, ഓക്കെ, നിങ്ങൾ കുറച്ച് വായിക്കുക, എന്നിട്ട് അത് ടൈം കൂട്ടിക്കൂട്ടി വരണം. അല്ലാതെ കുറച്ച് വായിച്ച് നിർത്തുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ആ ഒരുപാട് സമയം എടുക്കുന്നവരുണ്ടെങ്കിൽ ആദ്യം കുറേശ്ശെ ഒറ്റ സുപ്രഭാതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റില്ല. നമ്മൾ കൺസിസ്റ്റൻസി ആണ്, ആ ഒരു പേഷ്യൻസ് ആണ് നമ്മളെ അവിടേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 2 സബ്ജക്റ്റ് നിങ്ങൾ ചെയ്യുമല്ലോ, ഉറപ്പാണേ? യെസ്. ഇനി ഈ 2 സബ്ജക്റ്റ് എല്ലാ ദിവസവും പഠിക്കുക. എന്നിട്ട് ഇനിയും എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളിലാണ് അടുത്തത്. എല്ലാ ദിവസവും നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് റിവിഷൻ. എന്തിന്റെ റിവിഷനാ? നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അല്ലെ? ആ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മുടെ കാൽക്കുലേഷൻ നമുക്ക് ഈസി ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ടേബിൾസ് പഠിക്കണം, അല്ലെ? എവിടം വരെയുള്ള ടേബിൾസാ നമ്മൾ പഠിക്കേണ്ടത്? 20 വരെയുള്ള ടേബിൾസ് പഠിക്കണം. ഈ കൂട്ടത്തിൽ ടേബിൾസ് പഠിച്ചവരുണ്ടാകും, പഠിക്കാത്തവരുണ്ടാകും. നിങ്ങൾ പഠിക്കാത്തവരാണെങ്കിൽ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. 20 വരെയുള്ള ടേബിളൊക്കെ എങ്ങനെ പഠിക്കും? 20 ദിവസം മതി. ഒറ്റ ദിവസം കൊണ്ട് 20 വരെയുള്ള ടേബിൾ പഠിക്കാനല്ല പറയുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് 2ന്റെ ടേബിൾ എഴുതുക. ആ 2ന്റെ ടേബിൾ എഴുതുമ്പോൾ 2x1 to 2 2x20 വരെ വേണം. നമ്മൾ സാധാരണ 2x10 വരെയല്ലേ പഠിക്കാറുള്ളൂ നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ. അതുപോരാ, 2x20 വരെ, അങ്ങനാണ് 20x20 വരെ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇന്ന് നിങ്ങൾ 2ന്റെ ടേബിൾ പഠിച്ചു എന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം 3ന്റെ പഠിക്കുക, 2 റിവൈസ് ചെയ്യുക. അത് ഏതൊരു നമ്പർ കണ്ടാലും അത് ഏത് 2 നമ്പറിന്റെ പ്രോഡക്ട്സ് ആണെന്ന് പറയാൻ പറ്റണം. അങ്ങനെ വേണം പഠിക്കാൻ. ഇപ്പൊ 6 കണ്ടാൽ 2x3 ആണ് 6. ഇതൊക്കെ ചെറിയ നമ്പേഴ്സ് ആണ്. ഇപ്പൊ 144 കണ്ടാൽ 12 × 12 ആണെന്ന് പറയാൻ പറ്റണം. 16 9 144 ആണ് എന്ന് പറയാൻ പറ്റണം. ആ നമ്പേഴ്സ് കാണുമ്പോൾ അത് ഏത് 2 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ്, അങ്ങനെ തിരിച്ചും മറിച്ചും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണം. ഇപ്പൊ 2 പഠിച്ചു, 3 പഠിച്ചു, അടുത്ത ദിവസം 4 പഠിക്കുക, 2, 3, 4 റിവൈസ് ചെയ്യുക. തൊട്ടടുത്ത ദിവസം ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നേരത്തെ പഠിച്ച 2, 3, 4 റിവൈസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഒരു 20-25 ഡേയ്സ് ആകുമ്പോൾ തന്നെ ഈ 20 ടേബിൾസും 20 വരെയുള്ള ടേബിൾസ് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാകും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ്. ഇനി പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഈ ടേബിൾസ് എന്ത് ചെയ്യുക, ഇത് 20 വരെ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എല്ലാ ദിവസവും ഈ 20 വരെയുള്ള ടേബിൾസ് ഇങ്ങനെ റിവൈസ് ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾ അങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നമ്മൾ 10 വരെ ടേബിൾ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ആ 20 വരെയുള്ള ടേബിൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടായിരിക്കും. അത് നമ്മുടെ കോൺഫിഡൻസ്, ഇപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് എവിടെയാണോ അതിന്റെ ട്രിപ്പിൾ ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് സ്ക്വയർ ക്യൂബ്. 50 വരെയുള്ള നമ്പറിന്റെ സ്ക്വയറും 25 വരെയുള്ള നമ്പറിന്റെ ക്യൂബും ഇതുവരെയും പഠിക്കാത്തവരുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് 50 വരെയുള്ള സ്ക്വയറും 25 വരെയുള്ള ക്യൂബും പഠിക്കേണ്ട. 5 വീതം പഠിച്ചാൽ മതി. 5 വരെയുള്ള നമ്പറിന്റെ സ്ക്വയർ, 5 വരെയുള്ള നമ്പറിന്റെ ക്യൂബ്, അങ്ങനെ ഒരു 10 ഡേയ്സ് ആകുമ്പോൾ തന്നെ അതങ്ങ് തീരില്ലേ? അത്രയേ ഉള്ളൂ കാര്യം. ഇത് 1 റൗണ്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് എന്ന് ജോലി കിട്ടുന്നോ അന്ന് വരെയും നിങ്ങൾ ഡെയിലി ബേസിസിൽ ഇത് റിവൈസ് ചെയ്യണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ നിങ്ങൾക്ക് ക്വാണ്ടിലുള്ള പെർസെന്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻസ് നിങ്ങൾ ഒരു ചാർട്ടായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് ഡെയിലി റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏത് പാതിരാത്രിക്ക് എപ്പോൾ ചോദിച്ചാലും അറിയാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഇത്രയും കാര്യങ്ങൾ. ഇത് പിന്നെ റീസണിങ്ങിനകത്തിലെ നമ്മുടെ ആൽഫബറ്റ്സിന്റെ നമ്പേഴ്സ്, A മുതൽ Z വരെയുള്ള ആൽഫബറ്റ്സിന്റെ നമ്പേഴ്സ്, അത് പിന്നെ അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. 1 റൗണ്ട് നമ്മൾ പഠിച്ചാൽ എല്ലാ ദിവസവും ഒന്ന് റിവൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തന്നെ സ്വയം ചോദിക്കുക, ഈ സെഡിന്റെ നമ്പർ എത്രയാണ്, എല്ലിന്റെ നമ്പർ എത്രയാണ്, L 12 ആണ്, എല്ലിന്റെ ഓപ്പോസിറ്റ് O 15 ആണ്. ഇങ്ങനെയൊക്കെ നമ്മൾ തന്നെ നമ്മളോട് സംസാരിക്കുക. ഇതെല്ലാ ദിവസവും നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. ആദ്യം ചെയ്യേണ്ട കാര്യമാണ്.
റിവിഷൻ, ഡെയിലി ബേസിസിലുള്ള റിവിഷൻ 1 റൗണ്ട് ഇതെല്ലാം കവർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഓരോ ദിവസമായിട്ട് ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഡെയിലി റിവൈസ് ചെയ്യുക. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും കൂടെ റിവിഷന് മാക്സിമം നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ്സേ എടുക്കൂ അല്ലെ. പക്ഷെ ആ ഡെയിലി നിങ്ങൾ ചെറുതായിട്ട് റിവൈസ് ചെയ്യുമ്പോൾ, എല്ലാ ദിവസവും റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പീഡ് നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും കൂടും. ഇങ്ങനെ റിവൈസ് ചെയ്യുന്നതിനോടൊപ്പം ഡെയിലി നിങ്ങൾ കാൽക്കുലേഷൻ പ്രാക്ടീസ് ചെയ്യണം. അതായത് ഒരു 25 നമ്പേഴ്സ് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അതിന് ഞാനൊരു മെത്തേഡ്, ഇങ്ങനെ ഒരു കോളം വരയ്ക്കുക. നിങ്ങൾ 5x5 കോളം വരയ്ക്കുക. ഇതിലൊരു 2 ഡിജിറ്റ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് നിങ്ങൾ 2 ഡിജിറ്റ് ചെയ്താൽ മതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഇപ്പൊ 25, 36 ഇവിടെ ഇപ്പൊ കുറച്ച് നമ്പേഴ്സ് എഴുതുക. 2 ഡിജിറ്റും 3 ഡിജിറ്റും മിക്സ് ചെയ്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഞാനിപ്പോ ഇവിടെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് 2 ഡിജിറ്റ് മാത്രം എഴുതി കാണിക്കാം. റാൻഡം ആയിട്ട് കുറച്ച് നമ്പേഴ്സ് എഴുതാം. എന്നിട്ട് നിങ്ങൾ ഇതേണ്ട ഈ 2 നമ്പർ കൂടെ ആദ്യം, അതായത് ഇതിലെ തന്നെ നിങ്ങൾ വീണ്ടും ഒരു 3 കോളമാക്കി സ്പ്ലിറ്റ് ചെയ്യണം. ഇതിനെ തന്നെ നിങ്ങൾ വീണ്ടും ഒരു 3 കോളമാക്കി സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഇവിടെ എഴുതുക, ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് ഇവിടെ എഴുതുക, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. അതായത് 25ഉം 36ഉം ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ 25ഉം 78ഉം ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. 25ഉം 49ഉം ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനെ ഓരോന്നും നിങ്ങൾ ചെയ്യുക. അതായത് 5 നമ്പേഴ്സ്, അതായത് ടോട്ടൽ 25 നമ്പേഴ്സ് ആകും അപ്പം അല്ലെ. ആ 25 നമ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെ. ഇത് ഡേറ്റ് ഇട്ട്, ഇതിനായിട്ട് നിങ്ങൾ ഒരു ബുക്ക് എടുക്കുക, അതിൽ ഡേറ്റ് ഇടുക. ഇപ്പൊ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 14 ആണെങ്കിൽ 14/2/26 ആ ദിവസം ചെയ്ത കാൽക്കുലേഷൻ പ്രാക്ടീസ് ആണ്. ഇതൊരു ദിവസം പോലും മുടക്കരുത്. എന്നിട്ട് നിങ്ങൾക്ക് ഇതിന്റെ സൈഡില് നിങ്ങളെടുത്ത ടൈം എഴുതി വെക്കുക. ചിലപ്പോൾ ആദ്യം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഒത്തിരി സമയം എടുത്തിട്ടുണ്ടാകും. ചിലപ്പോൾ അരമണിക്കൂർ എടുത്തിട്ടുണ്ടാകും, ചിലപ്പോൾ 1 മണിക്കൂർ എടുത്തിട്ടുണ്ടാകും. നിങ്ങൾ എഴുതുക. തൊട്ടടുത്ത ദിവസം 15-ാം തീയതി ചെയ്യുക, 16, 17, 18. അങ്ങനെ ഒരു 2-3 വീക്സിന് ശേഷം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നിങ്ങൾ എടുക്കുന്ന ടൈം കുറഞ്ഞു വരുന്നത്. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഇതിന്റെ ആൻസർ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെക്ക് ചെയ്യാം. അതിന്റെ ഗുണം നമുക്ക് തെറ്റുന്നുണ്ടോന്നറിയാം. ഇനി തെറ്റുന്നില്ല, ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് വീണ്ടും കൂടും. കാരണം ഞാൻ ചെയ്യുന്നത് കറക്റ്റാ. നമുക്ക് തന്നെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അയ്യോ ഞാൻ കൂട്ടുന്നതോ കുറയ്ക്കുന്നതോ ഒക്കെ തെറ്റുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു സംശയം നമുക്ക് ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ മാറും. നമ്മുടെ ബാങ്ക് എക്സാമിൽ സ്പീഡ് മാത്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ, നമ്പർ സീരീസ്, അതേപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, അതിനെല്ലാം നിങ്ങളെ സഹായിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഈ കാൽക്കുലേഷൻ പ്രാക്ടീസ്. സോ ഡെയിലി ഈ റിവിഷനും അതേപോലെ തന്നെ ഈ കാൽക്കുലേഷനും നിങ്ങൾ ഡെയിലി ചെയ്തിരിക്കണം. മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഡെയിലി ഇംഗ്ലീഷും കറണ്ട് അഫയേഴ്സിന്റെയും കൂടെ നിങ്ങൾ ഡെയിലി പഠിക്കേണ്ട ഒരു കാര്യമാണ് റിവിഷനും അതേപോലെ തന്നെ കാൽക്കുലേഷൻ പ്രാക്ടീസും. ഓക്കെ, യെസ്. ഇനി എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റ്. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ചേർന്ന് പഠിക്കുന്ന ആസ്പിറന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി 3 മണിക്കൂർ ക്ലാസ്സസ് ഉണ്ട്. മാക്സിമം ആണ് ഈ പറയുന്നത് 3 മണിക്കൂർ ക്ലാസ് ഉണ്ടാകും. ഈ 3 മണിക്കൂർ ക്ലാസ്സിൽ 3 സബ്ജക്ട്സ് ആയിരിക്കും. ആ സബ്ജക്ട്സിന്റെ കൂടെ ഓരോ ടോപ്പിക്സ് നിങ്ങൾ റിവൈസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അത് കൂടാതെയാണ് നിങ്ങളോട് ഡെയിലി ഇംഗ്ലീഷ് വായിക്കണം എന്നും കറണ്ട് അഫയേഴ്സിന് സമയം കൊടുക്കണമെന്നും പറയുന്നത്. ഇത് റിവൈസ് ചെയ്യുക, കാൽക്കുലേഷൻ പ്രാക്ടീസ് ചെയ്യുക. ഇനി മോക്ക് ടെസ്റ്റിലേക്ക് വരുമ്പോ ഡെയിലി ഒരു പ്രിലിംസിന്റെ മോക്ക് നിങ്ങൾ ചെയ്തിരിക്കണം. അത് ഏത് എക്സാം ആണോ അടുത്ത് വരാനുള്ളത് അതിന്റെ മോക്ക് ചെയ്താൽ മതി. പ്രിലിംസിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്നും ഡെയിലി നിങ്ങൾ ഒരു പ്രിലിംസിന്റെ മോക്ക് ചെയ്യണം. ആ ഡെയിലി ഒരു പ്രിലിംസിന്റെ മോക്ക് ചെയ്യുകയും അത് അനലൈസ് ചെയ്യുകയും ചെയ്യണം. വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഇതിന്റെ പോലെ ഒരു മോക്ക് ടെസ്റ്റ് ജേണൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇതേപോലെ നിങ്ങൾ ഏത് മോക്കാണ് ചെയ്തത്, നിങ്ങൾ ക്വാണ്ട് എത്ര അറ്റംപ്റ്റ് ചെയ്തു, റീസണിങ് എത്ര അറ്റംപ്റ്റ് ചെയ്തു, ഇംഗ്ലീഷ് എത്ര അറ്റംപ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് എത്ര മാർക്ക് വന്നു, എത്ര നെഗറ്റീവ് വന്നു, നിങ്ങൾ എന്തെങ്കിലും അശ്രദ്ധ എവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നോ, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ വീക്ക് പോയിന്റ് എവിടെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് റിമാർക്സിൽ എഴുതി വെക്കാം. ഇപ്പൊ നിങ്ങളിപ്പോ ഇന്നത്തെ ഡേറ്റ് 14/2/26 നിങ്ങൾ ചെയ്തു. ഇതേ മോക്ക് നിങ്ങൾക്കൊരു 2 വീക്സോ 3 വീക്സിനോ ശേഷം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? റീ അറ്റംപ്റ്റ് ചെയ്യണം. അനലൈസ് ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ ആ റീ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വന്ന മിസ്റ്റേക്സ് നിങ്ങൾക്ക് മാറിയിട്ടുണ്ടോ, 100% കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും ഉറപ്പുവരുത്തുക. ഇനി വരാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് RB അസിസ്റ്റന്റിന്റെ എക്സാമാണ്.
അതിനെന്തായാലും നമുക്ക് സ്പീഡും ആക്യുറസിയും ഒരേപോലെ വേണ്ട എക്സാം ആണ്. 95+ ആയിരിക്കും കട്ട് ഓഫ്. അപ്പൊ നിങ്ങൾ RB അസിസ്റ്റന്റിന്റെ മോക്ക് ചെയ്യുക ഇനിയും വരുന്ന ദിവസം. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ പ്രിലിംസിന്റെ മോക്ക് ചെയ്യുമ്പോൾ 3 സബ്ജക്റ്റും കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. ഒരു പക്ഷേ നിങ്ങൾ മോക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കട്ട് ഓഫ് ക്ലിയർ ആകും, ചിലപ്പോൾ കട്ട് ഓഫ് ക്ലിയർ ആകില്ല. ഏതെങ്കിലും ഒരു സെക്ഷൻ നിങ്ങൾക്ക് നല്ല വീക്കാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെക്ഷന്റെ മാത്രം നിങ്ങൾക്ക് സെക്ഷനൽ ചെയ്യാം. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നോ അത് ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ജേർണലായിട്ട് കീപ്പ് ചെയ്യുക, ഡെയിലി എഴുതി വെക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് എത്ര സ്കോർ കൂടുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര നെഗറ്റീവ് വരുന്നുണ്ട്, നെഗറ്റീവ് കുറയുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ടത്. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഡെയിലി ഇംഗ്ലീഷ് വായിക്കുക, എഡിറ്റോറിയൽസ്, കറണ്ട് അഫയേഴ്സിന് സമയം കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ റിവൈസ് ചെയ്യുക, ടേബിൾസ്, സ്ക്വയർ, ക്യൂബ്, പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻ, ദെൻ കാൽക്കുലേഷൻ പ്രാക്ടീസ്. എന്നിട്ട് ഡെയിലി ഒരു പ്രിലിംസിന്റെ മോക്ക്. ഇത് ക്ലാസ്സസ് കൂടാതെ അല്ലെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളത് ചെയ്യുന്നത് കൂടാതെയാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് അപ്പൊ മെയിൻസിന് എന്താ ചെയ്യേണ്ടത്? എല്ലാ സബ്ജക്റ്റും ഇത്രയും നിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മെയിൻസിന്റെ സെക്ഷനലാണ്. അത് എല്ലാ സബ്ജക്റ്റും നിങ്ങൾ എടുക്കണ്ട. ഒരു ദിവസം നിങ്ങൾ QA ചെയ്താൽ അടുത്ത ദിവസം റീസണിങ് ചെയ്യുക, അടുത്ത ദിവസം ഇംഗ്ലീഷ് ചെയ്യുക. ഇത് ഇത്രയും പ്രിലിംസ് വരെ നിങ്ങൾ എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റിന്റെയാണ് നമ്മൾ ഈ പറഞ്ഞത്. പക്ഷേ ഇപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു. അതായത് ഞാൻ ഇംഗ്ലീഷ് വായിച്ചു, കറണ്ട് അഫയേഴ്സ് പഠിച്ചു, ദെൻ എല്ലാം റിവൈസ് ചെയ്തു, കാൽക്കുലേഷൻ പ്രാക്ടീസ് ചെയ്തു, RB അസിസ്റ്റന്റ് പ്രിലിംസിന്റെ ഒരു മോക്ക് ചെയ്തു. എന്നിട്ട് ഇന്ന് ഞാൻ QAയുടെ മെയിൻസിന്റെ സെക്ഷനിലാണ്. ഒരു സബ്ജക്റ്റ് മാത്രം എടുക്കുക, ഒരൊറ്റ സബ്ജക്റ്റ്. ആ ദിവസം ആ സബ്ജക്റ്റ് ആണെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്ത് ബാക്കി പഠിക്കുക. അതായത് മെയിൻസിന്റെ ഒരു സെക്ഷനിൽ എടുക്കുക, എന്നിട്ട് അത് നന്നായിട്ട് അനലൈസ് ചെയ്യുക. ചിലപ്പോൾ ആ QAയുടെ തന്നെ പ്രിലിംസിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ സെക്ഷനിൽ ചെയ്യാം. തൊട്ടടുത്ത ദിവസം ഞാൻ ആദ്യം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ആ ദിവസം റീസണിങ്ങിന്റെ മെയിൻസിന്റെ സെക്ഷനിൽ എടുക്കുക. അതിന്റെ അടുത്ത ദിവസം ഇംഗ്ലീഷ് എടുക്കുക. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി. അല്ലാതെ എല്ലാ സബ്ജക്റ്റും കൂടെ എല്ലാ ദിവസവും നമുക്ക് പഠിക്കാൻ പറ്റണം എന്നില്ല. പക്ഷേ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ആ പ്രാക്ടീസ്, ക്വാണ്ടിന്റെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ QA ഓൾമോസ്റ്റ് സ്പീഡ് മാത്സ് അതിലങ്ങ് കവർ ആകും. ബാക്കി സമയം നിങ്ങൾ ഓരോ സബ്ജക്റ്റ് എടുത്താൽ മതി. അപ്പൊ മെയിൻസിന്റെ സെക്ഷനിൽ ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ. അതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യുന്നത് നന്നായിട്ടാണോ, ഈ മെയിൻസിനും ഇതേപോലൊരു മോക്ക് ടെസ്റ്റ് ജേർണൽ നിങ്ങൾ കരുതിയിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് അത് റീഅറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ചെയ്തപ്പോൾ ആവർത്തിച്ച തെറ്റൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ടും നിങ്ങൾ നോക്കണം. അതാണ് ഈ മോക്ക് ടെസ്റ്റ് ജേർണലിന്റെ ഒരു ഗുണം. നമ്മൾ എഴുതി വെച്ച് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് തന്നെ മനസ്സിലാകും എനിക്കൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ടും മനസ്സിലാകും. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിനെല്ലാം നമുക്ക് വേണ്ടത് നല്ലൊരു ഡിസിപ്ലിൻ, ക്ഷമയുണ്ടാവണം, പേഷ്യൻസ് ആൻഡ് കൺസിസ്റ്റൻസി. അതായത് നാളത്തെ കാര്യം ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാകണം. ഇതൊക്കെ ഏത് സമയത്ത് ഞാൻ ചെയ്യണം എന്ന് സ്വയം നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഒരുപാട് വലിയ പ്ലാനൊന്നും ഉണ്ടാക്കണം എന്നല്ല. ഇപ്പൊ എന്തായാലും നമ്മൾ ആ സിലബസ് ഓൾമോസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓഫ് ഓൾ കവർ ആക്കുക. ഏതെങ്കിലും നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു ടോപ്പിക് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 റൗണ്ട് അത് കവർ ആക്കിയതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇത് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യണം. ആ നാളത്തെ ഒരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ എഴുതി വെക്കുക, ഒരു ബുക്ക് എടുത്ത് ഞാൻ എഡിറ്റോറിയൽ വായിക്കും, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് ഞാൻ ഇപ്പൊ ഇന്ന വീക്ക് ആണെങ്കിൽ ഇന്ന വീക്കിലെ അല്ലെങ്കിൽ ഇത്ര പേജ് ഞാൻ കംപ്ലീറ്റ് ആക്കും. ആ PDF-ന്റെ അത് ഞാൻ പഠിക്കും, അതിന്റെ ക്വിസ് ചെയ്യും, ഞാൻ റിവൈസ് ചെയ്യും. ഞാൻ ടേബിൾസ് എല്ലാം റിവൈസ് ചെയ്തോ, സ്ക്വയറും ക്യൂബും എല്ലാം ഞാൻ റിവൈസ് ചെയ്തോ, അതേപോലെ ഞാൻ കാൽക്കുലേഷൻ പ്രാക്ടീസ് ചെയ്തോ, പ്രിലിംസിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്തു, എനിക്ക് എത്ര മാർക്ക് വന്നു, ഞാൻ വിചാരിച്ച പോലെ കട്ട് ഓഫ് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയോ, ഇല്ലെങ്കിൽ എന്റെ വീക്ക് ഏരിയ എവിടെയാണ്, അത് ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീക്ക് ഏരിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ദിവസമാണോ ആ സബ്ജക്ട് എടുക്കുന്നത് അതിന്റെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോ 10 മണിക്ക് മുന്നേ നിങ്ങൾ ഇംഗ്ലീഷും കറണ്ട് അഫയേഴ്സും കംപ്ലീറ്റ് ആക്കിയെന്ന് വെച്ചോ. ഇംഗ്ലീഷും കറണ്ട് അഫയേഴ്സും കംപ്ലീറ്റ് ആക്കിയാൽ ഇപ്പം നിങ്ങൾക്ക് ക്ലാസ്സസ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ 3 മണിക്കൂറത്തെ ക്ലാസ്സിന് ശേഷം വൈകുന്നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം എന്ത് ചെയ്യാം, ഒരു മോക്ക് ചെയ്യാം നിങ്ങൾക്ക് പ്രിലിംസിന്റെ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക. അതിനുശേഷം മെയിൻസിന്റെ ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുക്കുക, സെക്ഷനിൽ ചെയ്യുക. ബാക്കി ടൈം ആ സബ്ജക്ട് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക. അത് നിങ്ങൾക്ക് എവിടെയാണോ വീക്ക് ഏരിയ അത് നോക്കുക. ഇത് നമുക്കാണ് സ്വയം അറിയാൻ പറ്റുക. ഒരിക്കലും വേറൊരാൾ പറഞ്ഞു തരുന്ന ടൈം ടേബിളിനെ കാട്ടിലും നമ്മൾ സ്വയം മനസ്സിലാക്കി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായി എന്ന് കരുതുന്നു.
ഇത് ഉറപ്പായിട്ടും ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ നാളത്തേക്കുള്ള ഒരു പ്ലാൻ ആക്കിയിട്ട് അതാത് ദിവസം ചെയ്യുക. ഇത് ചെയ്ത് 2026 ഞാൻ ബാങ്കർ ആകും എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക. നമ്മൾ ചെയ്യാനുള്ള വർക്ക് ചെയ്യുക, ബാക്കി വരുന്നിടത്ത് വെച്ച്. ഓക്കെ ആണേ? യെസ്. ഇനി ഇതേപോലെ നമ്മളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ 1 ടൈം ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നമ്മളുടെ കൂടെ അടിപൊളിയായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ക്ലാസ്സസ് സ്റ്റാർട്ടായി, പക്ഷെ എല്ലാത്തിൻ്റെയും റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ 1 ഇയർ വാലിഡിറ്റി ആണ്. എല്ലാ എക്സാംസും നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ കവർ ചെയ്യും. നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടും അതേപോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴിക്കോടാണ് നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസ് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ബേസ് മുതൽ പഠിക്കാനാണ്, ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ ബാങ്ക് റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇതിന്റെയും ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ എല്ലാത്തിന്റെയും റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നന്നായിട്ട് എല്ലാവരും പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ആൻഡ് കൺസേൺസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.